കേരളത്തിൽ അതിവേഗ റെയിൽപാത പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും ശക്തമാകുന്നതിനിടെ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ വ്യക്തമാക്കി. പദ്ധതിയുടെ വിശദമായി പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ കേരളത്തിലെ പ്രധാന നഗരങ്ങളും വിമാനത്താവളങ്ങളും ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ള അതിവേഗ റെയിൽപാതയാണ് അദ്ദേഹത്തിന്റെ പ്രധാന നിർദ്ദേശം. ഈ പദ്ധതിയിലൂടെ ഏകദേശം 3 മണിക്കൂർ 20 മിനിറ്റിനുള്ളിൽ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്ര ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്യുന്നതെന്ന് ഇ ശ്രീധരൻ വ്യക്തമാക്കി. ഇതിനിടെ കേരളത്തിൽ പുതിയ അതിവേഗ റെയിൽ പദ്ധതിക്കായി ആരെയും ഔദ്യോഗികമായി ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അടുത്തിടെ വ്യക്തമാക്കിയിരുന്നു. ഈ പ്രസ്താവന വലിയ ചർച്ചകൾക്ക് വഴിവെച്ച സാഹചര്യത്തിലാണ് പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന നിലപാട് വീണ്ടും ആവർത്തിച്ച് ഇ ശ്രീധരൻ രംഗത്തെത്തിയത്. ദേശീയ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ഒരു സ്വതന്ത്ര കമ്പനിയാണെന്നും കേരള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി അതിന് നേരിട്ട് ബന്ധമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പദ്ധതിയുടെ തുടർ നടപടികൾ മിനിസ്ട്രി ഓഫ് റെയിൽവേയും ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷനും തമ്മിലുള്ള സഹകരണത്തിലൂടെയായിരിക്കും മുന്നോട്ടു പോവുക. ഇതിനായി ഇരുവരും തമ്മിലുള്ള കരാർ ഉടൻ ഉണ്ടാകുമെന്നും അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഉത്തരവ് വൈകാതെ പുറപ്പെടുവിക്കുമെന്നുമാണ് ഇ ശ്രീധരൻ പറഞ്ഞത്. താൻ ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്കായി റെയിൽവേ മന്ത്രാലയത്തിന്റെ പ്രത്യേക ഉത്തരവ് ആവശ്യമായില്ലെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരിട്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതെന്നും ശ്രീധരൻ വ്യക്തമാക്കി. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായി ഏറെക്കാലം ചർച്ചയായിരുന്ന കേരയിൽ സിൽവർ ലൈൻ പദ്ധതി വിവിധ വിവാദങ്ങളും കേന്ദ്ര അനുമതി ലഭിക്കാത്തത് മൂലം മുന്നോട്ടു പോകാതെ നിന്ന സാഹചര്യത്തിലാണ് പുതിയ ഹൈസ്പീഡ് റെയിൽ ആശയവുമായി ഇ ശ്രീധരൻ രംഗത്തെത്തുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം പുറത്തു വന്നിട്ടില്ല. ഇ ശ്രീധരൻ മുന്നോട്ട് വച്ചിരിക്കുന്ന അതിവേഗ റെയിൽപാതയുടെ ആകെ ദൈർഘ്യം ഏകദേശം 465 കിലോമീറ്റർ ആണ്. ഇതിൽ 445 കിലോമീറ്റർ വരെ ഉയർന്ന ആകാശപാത ആയിരിക്കുമെന്നാണ് നിർദ്ദേശം. ഇതിലൂടെ ഭൂമി ഏറ്റെടുക്കൽ കുറഞ്ഞതായിരിക്കും എന്നതാണ് പദ്ധതിയുടെ പ്രധാന പ്രത്യേകതകളിലൊന്ന്. ആകെ 20 സ്റ്റേഷനുകളാണ് ഈ പാതയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഓരോ 30 മിനിറ്റ് ഇടവിട്ട് ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന രീതിയിലാണ് പദ്ധതി തയ്യാറാക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും ഈ റെയിൽപാത നേരിട്ട് ബന്ധം നൽകുമെന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനായി പൊന്നാനിയിൽ DMRCയുടെ പ്രത്യേക ഓഫീസ് ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ടെന്നും ശ്രീധരൻ അറിയിച്ചു. കൂടാതെ പദ്ധതിയുടെ വിശദാംശങ്ങൾ പൊതുജനങ്ങൾക്കും പ്രാദേശിക പ്രതിനിധികൾക്കും വിശദീകരിക്കുന്നതിനായി റെയിൽപാത കടന്നുപോകുന്ന എല്ലാ ജില്ലകളിലും പ്രത്യേക യോഗങ്ങൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പരമ്പരയിലെ ആദ്യ യോഗം അടുത്ത ദിവസം മലപ്പുറത്ത് നടക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഗതാഗത മേഖലയ്ക്ക് വലിയ മാറ്റം കൊണ്ടുവരാനാകുന്ന പദ്ധതിയായിരിക്കാമെന്ന വിലയിരുത്തലുകളാണ് ഉയരുന്നത്. സംസ്ഥാനത്തിന്റെ വടക്കൻ തെക്കൻ ഭാഗങ്ങൾ തമ്മിലുള്ള യാത്രാസമയം ഗണ്യമായി കുറയ്ക്കുന്നതിനൊപ്പം സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കും വിനോദസഞ്ചാരത്തിനും ഈ പദ്ധതി വലിയ പിന്തുണ നൽകുമെന്ന് ഇതിനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഭൂമി, സാമ്പത്തിക ചിലവ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളും മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.